പുറത്ത് നല്ല മഴയാണ് കേട്ടാ. നിങ്ങൾ അവിടേക്ക് എങ്ങനെയാ, മഴ ഉണ്ടാ? ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടാ. അപ്പൊ രാത്രിക്ക് വേറെ ഒന്നും ഇല്ല. ഞാൻ ഒരു നേരത്തേക്ക് മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം രാത്രി പിന്നെ അതൊന്നും ആരും കഴിക്കില്ല. ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് ആയിരുന്നില്ല. അപ്പൊ പിന്നെ രാത്രി ആകുമ്പോൾ അതെങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴാണ് മോള് കുറേ ദിവസമായി പറയണു ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാം, ചെറുപയർ കഞ്ഞി ഉണ്ടാക്കുന്നത്. ശരി, അപ്പോൾ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിയും പയറും കൂടിയിട്ട്, ചെറുപയറും കൂടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഞ്ഞി ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്, തേങ്ങയും മാങ്ങയൊക്കെ കൂടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട 2-3 എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ സവാളയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ കഞ്ഞിയൊക്കെ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കഞ്ഞി. സ്കൂളിൽ മിക്ക ദിവസവും ചെറുപയർ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ചെറുപയറിൻ്റെ മണം വന്ന് കേൾക്കണതേ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു കേട്ടോ. കഞ്ഞി എന്ന് പറയുന്ന സാധനം ഞാൻ പനി വരുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ. അതും അമ്മ അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ മാത്രം. പക്ഷെ പണ്ട് ഇഷ്ടമില്ലാത്ത പല സാധനങ്ങളും ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ വില ഇപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ മക്കൾക്ക് ഇതേ ഇങ്ങനത്തെ ഫുഡൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെറുപയറിട്ടിട്ട് കഞ്ഞി വയ്ക്കുക, മുതിരിട്ടിട്ട് കഞ്ഞി വയ്ക്കുക, അതൊക്കെ നല്ല ഇഷ്ടമാണ്. മോഡേൺ ഫുഡിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഇതുപോലത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ.